ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ സംശയമുണ്ട് നാളെയാണോ ഇന്നാണോ എന്നുള്ളത്. അപ്പോൾ മിക്ക വിഷ്ണു ക്ഷേത്രങ്ങളിലും ധന്വന്തരി ക്ഷേത്രങ്ങളിലൊക്കെ ഇന്നാണ് വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏകാദശിയൊക്കെ എടുത്ത് ഭഗവാനെ സ്മരിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നതാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഭയങ്കര സമാധാനമുള്ളൊരു ദിവസമാണ്. എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു എന്താ പറയുക, ആനന്ദം എന്നൊക്കെ പറയില്ലേ. സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ ഭഗവാന്റെ മുന്നിലാണ് ഇരിക്കുന്നത്, കാണിക്കുന്നില്ല. വിളക്കൊക്കെ കൊളുത്തി എന്താ പറയണ്ടേ, വിളക്കൊക്കെ കൊളുത്തിയിട്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട്. കാലത്ത് അവനവന് സാധിച്ച മാതിരി ഒരു തുളസിമാല, ചെറിയൊരു തുളസിമാലയൊക്കെ ചാർത്തി പൂജിച്ച് പ്രാർത്ഥിച്ച് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം, വല്ലാത്തൊരു അനുഭൂതിയാണത് അല്ലേ. നിങ്ങൾ അനുഭവിച്ച എത്ര പേരെന്ന് ചോദിക്കുന്നില്ല, മിക്കവരും അനുഭവിച്ചറിയുന്ന ഒരു സന്തോഷമായിരിക്കും അത്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുക എന്ന് പറയുന്ന ഒരു അനുഭൂതിയൊക്കെ കിട്ടുന്നത്. വേറെ എന്ത് കിട്ടിയാലും മനസ്സിന് പൂർണ്ണ തൃപ്തിയാവുമോ എന്നുള്ളത് സംശയമാണ്. മനുഷ്യനല്ലേ. അപ്പോൾ ഭഗവാനെ സ്മരിച്ച് നാമം ചൊല്ലിയിരിക്കുക, അതിനുള്ളൊരു ഭാഗ്യം എല്ലാ കാലത്തും ഭഗവാൻ തരണേ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. പിന്നെന്താന്ന് പറഞ്ഞാൽ വിട്ടുപോവാതെ, മനസ്സിൽ നിന്ന് ആ ഭക്തി വിട്ടുപോവാതെ, ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യരാണ്, ഭൗതിക സുഖങ്ങളിലൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആവും, ആകൃഷ്ടരാകും. ഇല്ല എന്നൊന്നും പറയുന്നില്ല, നമ്മൾ അങ്ങ് അറ്റം വരെ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ എന്നാലും മനസ്സിൽ നിന്ന് ഭക്തി വിട്ടുപോവാതെ അദ്ദേഹത്തിനെ എന്നും സ്മരിക്കാനുള്ളൊരു ഭാഗ്യം തരണേ ഭഗവാനെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ലൗകിക സുഖങ്ങളിൽ ആസക്തരാകും ചാലും ഒരു പരിധി വിട്ട് ഒന്നിനും ആഗ്രഹിക്കാതെ അത്യാർത്തി ഇല്ലാതെ ജീവിക്കാനുള്ളൊരു അനുഗ്രഹം തരണേ ഭഗവാനെ എന്നാണ് എന്നും പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. അത്യാഗ്രഹം തരരുതേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. പരമപദത്തിനെത്താനുള്ള ജ്ഞാനോ അങ്ങനെയുള്ളൊരു ഇതൊന്നും നമുക്ക് സിദ്ധിച്ചിട്ടില്ല. സിദ്ധി ഭഗവാൻ അനുഗ്രഹത്താൽ കിട്ടുമെന്നറിയില്ല കേട്ടോ, ശ്രമിക്കും. അപ്പോൾ എല്ലാവരും ഏകാദശിയൊക്കെ എടുത്ത് മനസ്സ് ശുദ്ധമായി പ്രാർത്ഥിച്ച് സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ട്.